ആരാധനായ പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. പക്ഷേ ആ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധ മാർച്ച്, അത് CJP എന്ന പേരിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുകയുണ്ടായി. ഈ സമരം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി അവിടെ എത്തി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. എന്താ നിങ്ങളുടെ ആവശ്യം? പാർലമെന്റിൽ ചർച്ച നടത്തണം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് പറഞ്ഞത്. അത് അംഗീകരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് പിന്നീട് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതെന്ത് നീതിയാണ്? ജനാധിപത്യ സംവിധാനത്തില് ലോകസഭയിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു, മുമ്പ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചത് കർഷക സമരമായിരുന്നു. കർഷക സമരത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പതാക വലിച്ചു കീറുന്ന ഖാലിസ്ഥാൻ വാദികളുടെ മുന്നിൽ കീഴടങ്ങിയ സമരം. ആ സമരം അങ്ങനെയാണ് അവസാനിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരള നിയമസഭയിൽ ആ നിയമത്തിനെതിരായി ഒരുമിച്ച് നിന്ന LDFും UDFും അതേ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയ നീറ്റ് സമരം, ആ സമരത്തിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്? ആ സമരത്തിന് ആരാണ് ഫണ്ടിങ് നടത്തിയത്? നമ്മൾ കണ്ടു. CJPക്കാർ ഒരു കൈയിൽ ഭരണഘടനയും മറു കൈയിൽ കല്ലുമായിട്ടാണ് ആ പാർലമെന്റ് മുൻനിരത്തില് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ ഒരു ചാനൽ പ്രവർത്തകന് വരെ ആ കല്ലേറിൽ പരിക്കുണ്ടായി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ പോലും എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്ത് ആ സമരത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും അക്രമ സമരത്തിലേക്ക് പോയത് ഈ കർഷക സമരത്തിലെപ്പോൾ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അക്രമ സമരത്തിലെ വിദേശ ഏജൻസികൾ ആരാണ്, വിദേശ ഫണ്ടിങ് ആരാണ്, അത് അന്വേഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് പിന്നിലുള്ള ഇത്തരം ഗൂഢാലോചന കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ സമരത്തെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്ത് കോടിക്കണക്കിന് വരുന്ന BJP പ്രവർത്തകർക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പെടുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.